എല്ലാവരും കസേരയിലേക്ക് കയറിയിരിക്കണമെന്ന് ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇടവക പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ 97-98 നമ്പർ ബൂത്തുകളുടെ കുടുംബ സംഗമമാണ് ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോലും അതിനേക്കാൾ കൂടുതലായിട്ട് അറിയുന്ന ആളുകളാണ് വേദിയിലൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ കടന്നു പോകുന്നില്ല. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രോജ്വല മുഖം KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി നന്മനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ പ്രിയങ്കരമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ ആദർശമുഖം ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുൻ KPCC പ്രസിഡന്റും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും മുൻ MP-യുമായിട്ടുള്ള ശ്രീ VM സുധീരൻ സാർ, AICCയുടെ കമ്മിറ്റി അംഗം മുൻ മന്ത്രിയുമായ ശ്രീമതി PK ജയലക്ഷ്മി, DCCയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി സിൽവി തോമസ്, ശ്രീകാന്ത് പട്ടേൽ, ശ്രീ പ്രദീപ് മാസ്റ്റർ, DCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ OV അപ്പച്ചേട്ടൻ, മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ അബ്ദുള്ള കേളത്ത്, T ഉഷാകുമാരി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ എല്ലാം ഈ വാർഡിന്റെ കാരണവരായിട്ടുള്ള ആദ്യകാല കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ ബാലേട്ടൻ, ശ്രീമതി ഉഷാ വിജയൻ, ശ്രീമതി ബീന സജി, ബൂത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ A സദാനന്ദൻ, ശ്രീ പാപ്പച്ചൻ, വാർഡിന്റെ മെമ്പർ ശ്രീമതി ജൻസി ബിനോയ്, മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ദീപ ജോൺസൺ, ബ്ലോക്ക് സെക്രട്ടറിമാരുടെ ശ്രീ PD സജി, ശ്രീ ബേബി തുരുത്തിയിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് തോട്ടത്തിൽ, ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ശ്രീ ഗിരീഷ്, ശ്രീ കൊല്ലി രാജൻ, ശ്രീ കമ്മന മോനട്ടൻ, ശ്രീ മുതുവടൻ ഇബ്രാഹിം അടക്കമുള്ള കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ VM സുധീരൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന ഈ സഹോദരി ജയലക്ഷ്മി ഉൾപ്പെടെയുള്ള സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവരുടെയും പേര് പറയുന്നില്ല. തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ദേശീയ ശ്രദ്ധയിൽ ആകർഷിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ. കോൺഗ്രസിൻ്റെ ശക്തി സ്രോതസ്സായ, ജ്വലിക്കുന്ന നക്ഷത്രമായ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വലിയൊരു പോരാട്ടം നടക്കുകയാണ്. BJPയുടെ ഏകാധിപത്യം എന്നേക്കുമായി പിഴുതെറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിഭാവനം ചെയ്യുന്ന ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള
ഇന്ത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും നേതാവാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി. വന്നിട്ടുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ആത്മാവ് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത്. നരേന്ദ്രമോദി ജനമനസ്സിൽ അദ്ദേഹത്തിൻ്റെ പൊള്ളത്തരം കൂടുതൽ തിരിച്ചറിഞ്ഞോടുകൂടി ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വളരെ മങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പരിഭ്രാന്തി അടുത്ത കാലത്ത് കാണുന്നുമുണ്ട്. അതേ സമയത്ത് ഇന്ത്യ മുന്നണിയുടെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങളുടെ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് പിന്നിലുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഡൽഹിയിൽ നടന്ന റാലിയും ഇതര സംഭവ വികാസവും. അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ളത് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഘടകമായി കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുകയും കേരളത്തിനകത്ത് ഏതാണ്ട് BJPയുടെ സ്തുതിപാഠകരായ മോഡിയുടെ ഗ്യാരണ്ടി എന്ന പേരിലാണ് വാഗ്ദാനങ്ങൾ ചൊരിയുന്നത്. നമുക്കെല്ലാം അറിയാം, മുൻ 2014 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ മോഡി എന്തൊക്കെയാണ് പറഞ്ഞത്. ഞാനതിൻ്റെ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ചുരുക്കി പറയാം. ഇന്ത്യക്ക് പുറത്തുള്ള ബാങ്കുകളിലെ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്ത് ഇന്ത്യയിലെ പാവങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം നൽകുമെന്നാണ് പറഞ്ഞത്. പാവപ്പെട്ടവർ എന്നു വേണ്ട സർവ്വതലത്തിലുള്ള ജനങ്ങളും ഏറ്റവും നേരെ ചൊവ്വേ സാധനം കിട്ടുന്നില്ല. സിവിൽ സപ്ലൈസിന്റെ നരേന്ദ്രമോദി അന്ന് പറഞ്ഞത് വാഗ്ദാനം ചെയ്തത്. അപ്പൊ ഇതിനൊരു അറിവ് വരുത്തണം. ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ താൽക്കാലിക നിയമനങ്ങളാണ്, സ്ഥിരം നിയമനം ഒരിക്കലുമില്ല. എന്താ കാരണം? സ്ഥിരം നിയമനം കൊടുത്താൽ പെൻഷൻ കൊടുക്കണം, മറ്റാനുകൂല്യം കൊടുക്കണം. അപ്പോൾ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി. സ്ത്രീ സുരക്ഷ വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ മുതിർന്ന പാർട്ടിയിൽ എക്കാലത്തിലും ഭൂരിപക്ഷം കിട്ടി. നിങ്ങളുടെ അടുത്തൊന്നും പറയണ്ട, മറ്റേ തുള്ളിക്കൊന്നും വോട്ട് തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയാം. അത്രയ്ക്കും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി സിൽവി തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഹമ്മദ് കുട്ടി ബ്രാൻ. രാഹുൽ ഗാന്ധി എന്ന ഒരു മനുഷ്യൻ ഇന്ത്യ മുഴുവൻ 10,000-കണക്കിന് കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്തണമെന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. വരാനിരിക്കുന്ന ഈ മാസം 26-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ 5 ന്യായ് പദ്ധതികളും ഓരോ വീടും കയറി ഇറങ്ങുമ്പോൾ നമുക്കാണ് അടുക്കളകളിൽ കയറി ചേച്ചിമാരോടും അമ്മമാരോടും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വനിതകൾക്കാണ്. ങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ നമ്മുടെ രാഹുൽ ഗാന്ധിയോട് ഇപ്പം ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച ജിൽസേട്ടന് യോഗത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. പോകുമ്പോൾ നമ്മളൊരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം നമ്മൾ പോകാൻ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വീട് വീടാന്തരം കയറിറങ്ങി നമ്മൾ ആൾക്കാരെ കണ്ടുകൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഓരോ വോട്ടും ചെയ്ത് അദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടാക്കണമെന്ന് എല്ലാവരും മനസ്സിൽ കരുതി വിചാരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് കൂടെ അവസാനിച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ലൈനായി നിന്ന് ഭക്ഷണം മേടിച്ച് ഇവിടെ വന്നിരുന്ന് കഴിച്ച് നമുക്ക് പോകാം. ാണ്